ഹേ എവരി വൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു സൈബർ സെക്യൂരിറ്റി പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ പോസിറ്റീവായ ഫീഡ്ബാക്കാണ് കിട്ടിയത്. നിങ്ങളുടെ പോസിറ്റീവ് കമൻസും ഒപ്പം തന്നെ പലരുടെയും ക്വസ്റ്റ്യൻസ്. എന്നാൽ അവർ റിക്വസ്റ്റ് ചെയ്തതുപോലെ എനിക്ക് അപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാനൊരു ഓർഡർ കീപ്പ് ചെയ്യുകയായിരുന്നു. വളരെ ബിഗിനറായിട്ടുള്ള ചില ഓഡിയൻസിനെയായിരുന്നു ഞാൻ അപ്പോൾ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങൾ മാത്രമേ അവിടെ ആഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഞാൻ ഇൻ പാരലലി വെബ് ആപ്ലിക്കേഷൻ പെൻട്രേഷൻ ടെസ്റ്റിംഗ്, അതായത് വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലെ വൾനറബിലിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതെങ്ങനെയാണോ അറ്റാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് കൊണ്ടുപോവുകയാണ്. സോ ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഒരു വെബ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, അവിടുത്തെ വൾനറബിലിറ്റി എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് തുടങ്ങിയ എല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലീഗലായിട്ടുള്ള പല ആക്ഷൻസും വരുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞൊരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് അറ്റാക്ക് ചെയ്ത് പഠിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു സോഫ്റ്റ്വെയറൂടെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഇതൊരു വൾനറബിൾ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേര് DVWA, അതായത് ഡാം വൾനറബിൾ വെബ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ കാലി മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നീടാണ് നമ്മൾ ഇനി വരുന്ന പ്രാക്ടിക്കൽ വീഡിയോസിൽ ഓരോ വൾനറബിലിറ്റിയും എങ്ങനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എങ്ങനെ അത് ഫൈൻഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വൾനറബിൾ സോഫ്റ്റ്വെയർ നമ്മളുടെ കാലി മെഷീനിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എന്തുകൊണ്ട് വേറെ സൈറ്റിൽ നിന്നും പോയി ടെസ്റ്റ് ചെയ്യാൻ പാടില്ല? നമുക്കിപ്പോൾ പോയിട്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റിലോട്ടോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലീഗൽ ആക്ഷൻസ് നിങ്ങളെ തേടി വരും. അതായത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ അറ്റാക്ക് ചെയ്ത് അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ DVWA എന്ന വൾനറബിൾ വെബ് ആപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. സോ നമുക്കിത് ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ കാലി മെഷീനിൽ പോസ്റ്റ് ചെയ്യും. അതായത് മുമ്പ് നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ OS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന DVWA നമ്മളുടെ കാലി മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യും. സോ ഇതിന് പ്രത്യേകം വിർച്വൽ മെഷീൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളുടെ തന്നെ കാലി OSൽ ഇത് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. DVWA GitHubലുണ്ട്. നമുക്കതാണ് വേണ്ടത്. ഇതാകുമ്പോൾ അല്പം കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ പോസിബിൾ ആണ്. സോ ഇതാണ് നമ്മളുടെ DVWA ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക്. സോ ഇത് GitHubൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിന് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാലി മെഷീനിലോട്ട് വന്നതിന് ശേഷം ഇത് സുഡോ യൂസറായിട്ട് ലോഗിൻ ചെയ്യുക നമ്മുടെ ടെർമിനലിലോട്ട്. ഇപ്പോൾ ഞാൻ സുഡോ യൂസറായി. ഇത് ജസ്റ്റ് ഇതങ്ങ് പേസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴത്തേന് WGET വഴി നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റാൾ DVWA എന്ന ഷെൽ ഫയൽ നമ്മളുടെ കാലി മെഷീനിലോട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളുടെ DVWA ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ പറയുന്ന chmod, അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത install.sh എന്ന് പറഞ്ഞ ഫയൽ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ അല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫയൽ വൈറ്റ് കളറിൽ കാണാം. ഞാനിപ്പോൾ chmod x കൊടുക്കുമ്പോഴത്തേന് ഇതിനെ എക്സിക്യൂട്ടബിൾ മോഡിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേന് നോക്കൂ, ഇപ്പോൾ ആ ഒരു ഫയലിൻ്റെ കളർ ഗ്രീൻ ആയിട്ടുണ്ട്. അതിനർത്ഥം ഇതിപ്പോൾ എക്സിക്യൂട്ടബിൾ മോഡിലായെന്നാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് റൺ ചെയ്യുക മാത്രമാണ്. സോ ജസ്റ്റ് ./install.sh പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ DVWA ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആകാൻ പോവുകയാണ്. സോ നമ്മളുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇൻസ്റ്റാളേഷൻ ഇത്ര സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. സോ അതേപോലെ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യും. സോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രോംപ്റ്റ് വരുന്നുണ്ട്. അതായത് ASO ടൈപ്പ് ചെയ്യാൻ പറയുകയാണ്. നമുക്ക് ഇൻസ്റ്റാളേഷൻ വേണ്ടതുകൊണ്ട് Y കൊടുത്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ
ആ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ മെഷീനിലേക്ക് ക്ലോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിക്കും. നമുക്കിവിടെ യൂസർ നെയിമായിട്ടുള്ളത് റൂട്ടാണ്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. പിന്നീട് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ആയിക്കോളും. സോ ഇപ്പോൾ നമ്മൾ DVWA നമ്മളുടെ കാലി മെഷീനിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നമ്മളോട് പറയുന്നുണ്ട് ലോക്കൽ ഹോസ്റ്റ് /DVWA ഇത് റൺ ആകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ DVWA നമ്മുടെ മെഷീനിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ ഹോസ്റ്റിൽ ഇത് റൺ ആകുന്നുണ്ട്. സോ നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് IP എന്ന് പറയുന്നത് 127.0.0.1 ആണ്. ഇത് /DVWA കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ DVWA ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഡിഫോൾട്ട് ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് അഡ്മിനും പാസ്വേഡുമാണ്. ഇപ്പോൾ നമ്മളുടെ DVWA നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൾനറബിലിറ്റീസ്. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വൾനറബിലിറ്റീസിൽ നിന്ന് വേണം എല്ലാം സ്റ്റാർട്ട് ചെയ്യുവാൻ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടൊരു വൾനറബിൾ ലാബ്സ് ആണ്. നമുക്ക് ഈ ലാബ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് വൾനറബിലിറ്റി എന്ന് ധാരണ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത് പഠിക്കുവാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. സോ നമുക്ക് ഈ പറയുന്ന DVWA ലാബിനുള്ളിൽ നമുക്ക് സെക്യൂരിറ്റി ലെവലുണ്ട്. അതായത് നമുക്ക് ലാബ് ലോ ലെവലിലും മീഡിയം ലെവലിലും ഹൈ ലെവലിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോ ലെവലായിരിക്കും ഇത് സെറ്റ് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ ഓരോ വൾനറബിലിറ്റീസായി എടുത്ത് അതെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചില വൾനറബിൾ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും. പിന്നീട് നമ്മൾ ചില അഡ്വാൻസ് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വൾനറബിൾ എക്സ്പ്ലോയിറ്റേഷനോട് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് DVWA ആപ്ലിക്കേഷൻ നിങ്ങളുടെ കാലി മെഷീനിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയുള്ള ലാബിൽ നമ്മൾ ഇങ്ങനെ ഓരോ പ്രാക്ടിക്കൽസായിട്ട് ചെയ്ത് നമ്മൾ ആ വൾനറബിലിറ്റീസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്ത് പഠിക്കാം തുടങ്ങിയ എല്ലാം നമ്മൾ പഠിക്കും. സോ നമുക്ക് ഓരോ പ്രാക്ടിക്കൽ മുമ്പായിട്ടും അതിൻ്റെ തിയറിറ്റിക്കൽ ടോപ്പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം.